ഇതിനിടെ ബഹ്റിൻ തീരത്ത് ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പൽ ഇറാൻ ആക്രമിച്ചു എന്ന വിവരങ്ങൾ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിടുന്നുണ്ട്. ഖലീഫ് ബിൻ സൽമാൻ തുറമുഖത്തിന് സമീപത്ത് വെച്ച് MSC ഇഷൈക്ക എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാന്റെ ആക്രമണത്തിൽ ബഹ്റിനിൽ 4 പേർക്ക് പരിക്കേറ്റു. UAE ഗ്യാസ് കോംപ്ലക്സിന് സമീപത്തുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരു ഈജിപ്ഷ്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ഡ്രോണേറ്റ് കെട്ടിടത്തിന് തീപിടിച്ചു. ഇറാനിലെ ഡ്രോൺ നിർവീര്യമാക്കുന്നതിന്റെ അവശിഷ്ടം വീണ് US ടെക് സ്ഥാപനമായ ഒറാക്കിളിന്റെ ദുബായിലെ കെട്ടിടത്തിന് കേടുപറ്റി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന് US-ലെ 17ഓളം കമ്പനികളെ ആക്രമിക്കും, അമേരിക്കയ്ക്ക് സഹായം നൽകുന്ന അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നാണ്. ഇതിപ്പോൾ ഒറാക്കിളിന്റെ ഓഫീസൊക്കെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ ഗതി മാറുകയാണ്. വിനോദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ആദ്യം തന്നെ ഇറാൻ പറഞ്ഞിരുന്നതാണ്, ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലുള്ള വ്യവസായ കേന്ദ്രങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഒറാക്കിളിന് നേരെയുള്ള ആക്രമണത്തെയും കാണേണ്ടത്. മറ്റ് IT ഹബ്ബുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്കെതിരെ, അതോടൊപ്പം തന്നെ അലുമിനിയം പ്ലാന്റുകൾ, മറ്റ് ഈ ഇന്ധന ഉൽപ്പാദന റിഫൈനറി പോലുള്ള കേന്ദ്രങ്ങൾ, അത് മറ്റ് വിദേശ നിക്ഷേപമുള്ള കേന്ദ്രങ്ങളിലേക്കാണ് കൂടുതലായും ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം തിരിഞ്ഞിട്ടുള്ളത്. അത് ഇറാനെ ആക്രമിക്കുന്നു, അവിടുത്തെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ തിരിച്ചടി ശക്തമാകുക. അമേരിക്ക ഏത് രീതിയിലാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തിരിച്ചടിക്കുകയാണ് ഇറാൻ എന്നത് വളരെ വ്യക്തമാണ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന ഒരു നയത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. മാത്രമല്ല, കരയുദ്ധത്തിന് മുതിർന്നാൽ ഏതാണ്ട് 8 ലക്ഷം പടയാളികൾ ഈ കരയുദ്ധത്തെ നേരിടും, ഇറാനിന് വേണ്ടി പോരാടാനുണ്ടാകുമെന്ന അറിയിപ്പ് ഇതിനകം തന്നെ IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ അരഗാച്ചി, അവരുടെ വിദേശകാര്യമന്ത്രി, മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അവർ അമേരിക്കയിലെ ജനതയ്ക്ക് പോലും പിന്തുണ അറിയിക്കുകയാണ്. ട്രംപിൻ്റെ നയങ്ങളെയാണ് ഇറാൻ വിമർശിക്കുന്നത്. അമേരിക്കൻ ജനതയ്ക്ക് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിന് കാരണം അമേരിക്കയിലെ ജനതയിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ ഈ യുദ്ധത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി നിരീക്ഷിക്കേണ്ടി വരും രഞ്ജിത്ത്. കാരണം ഇതിൽ മൊസാദ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ CIAയ്ക്കൊക്കെ അടിമുടി പിഴച്ചു എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഇറാനിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ ശേഖരണത്തിൽ അവർക്ക് പാളി എന്നത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ ഭാഗത്ത് എത്രമാത്രം ആയുധശേഷിയുണ്ട്, അവരുടെ യുദ്ധതന്ത്രങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഏതറ്റം വരെ പോകാൻ കഴിയും, ഇതെല്ലാം വിലയിരുത്തുന്നതിൽ ഇങ്ങനെയുള്ള ഏജൻസികൾ പരാജയപ്പെട്ടു എന്നത് തന്നെയാണ്. US സൈന്യത്തിൻ്റെ തലപ്പത്ത് ഇങ്ങനെ നടക്കുന്ന മാറ്റങ്ങൾക്ക് അതുകൂടി കാരണമായിട്ടുണ്ട്. അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. പല കാരണങ്ങൾ പറയുന്നുണ്ട്. യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നു എന്നത് ഒരു ആക്ഷേപമായി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. റാൻഡി ജോർജിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ട്രംപ്